ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ, ശക്തി നൽകണമേ പരിശുദ്ധാത്മാവേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടിക്കേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവ ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കരങ്ങൾ കൂപ്പി പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട് എല്ലാ നിയോഗങ്ങളും തിരുസന്നിലേക്ക് കൊടുക്കുക. നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന വിവിധ മേഖലകൾ, നമ്മുടെ പ്രാർത്ഥന ആവശ്യമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ തന്നെ വ്യക്തിപരമായ നിയോഗങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ജോലി, പഠനം, ശുശ്രൂഷകൾ, മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ, ജീവിത പങ്കാളി, മാതാപിതാക്കളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഭവനത്തിൽ കൊടുക്കുക. ഭവനത്തിൻ്റെ 4 അതിരുകളെ, താമസിക്കുന്ന ഇടങ്ങളെ ഈശോയ്ക്ക് കൊടുക്കുക. ദൂരദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഈശോയ്ക്ക് കൊടുക്കുക. ഭൗതികമായ കാര്യങ്ങളെക്കാൾ അപ്പുറമായിട്ട് ഈശോയെ ആത്മീയ വരങ്ങൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ് ഈശോയോട് പറയുക. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് എന്നെ ഒന്നും കൂടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. കിട്ടിയിരിക്കുന്ന വരങ്ങൾ തെളിഞ്ഞു കിട്ടാൻ, പൊതുനന്മയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവെ വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായ രീതിയിലാണ് കൃപകൾ കൊടുക്കുക, വരങ്ങൾ കൊടുക്കുക. നീ ചെയ്യേണ്ട ഈ യുദ്ധത്തിൽ നിന്നെ ശക്തയാക്കുന്ന ആത്മീയ ആയുധങ്ങൾ പരിശുദ്ധാത്മാവ് തരും. ചോദിക്കണം, കിട്ടും, ഉപയോഗിക്കണം. വലിയൊരു യുദ്ധത്തിലാണ്. ആയുധങ്ങൾ കയ്യിലുണ്ടായിരിക്കണം. തിന്മയ്ക്കെതിരെ പോരാടാൻ സർവ്വ ആയുധങ്ങളും കൊണ്ട് സജ്ജരായിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ആത്മാവിൽ നിരന്തരം നീ പ്രാർത്ഥനയിലായിരിക്കണം. കുടുംബത്തിന് വേണ്ടിയോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഉള്ള പ്രാർത്ഥനയിലെല്ലാം ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കണം. ആത്മാവിൽ അവർ ധൈര്യപ്പെടണം, ആത്മാവിൽ അവർ പൂരിതരാവണം. ഗിദെയോനിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ സാംസണെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. ന്യായാധിപന്മാർ 14:6. കർത്താവിൻ്റെ ആത്മാവിനിൽ ശക്തമായി ആവസിച്ചു, ഒരു കുഞ്ഞാട്ടുംകുട്ടി എന്ന പോലെ സിംഹത്തെ അവൻ ചീന്തിക്കളഞ്ഞു. നമ്മുടെ മുമ്പിലുള്ള സങ്കടങ്ങളുടെ സിംഹം, നമ്മുടെ മുമ്പിലുള്ള വേദനകൾ നമുക്ക് നേരെ ഇങ്ങനെ അലറി നിൽക്കുമ്പോൾ അതിനെയൊക്കെ ചീന്തിക്കളയാൻ നമ്മുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ശക്തി നിറയണം. പരിശുദ്ധാത്മാവേ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ മക്കളിലേക്ക് ആത്മീയ ശക്തി ആദ്യം അയക്കണമേ. ആത്മീയ വരങ്ങളാൽ ആദ്യം നിറയ്ക്കണമേ. ഭൗതികമായ ആവശ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുള്ളപ്പോഴും, ആവശ്യങ്ങൾ നടന്നാൽ തന്നെ നടന്നില്ലെങ്കിൽ പോലും ആത്മീയ വരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവാം ദൈവമേ വരണമേ. ഇരടികൾ ഒരിക്കൽ കൂടി നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. ഈശോയെ നോക്കിക്കൊണ്ട് ആ ഈശോയുടെ കൃപ, ഈശോയിൽ നിറഞ്ഞു നിന്ന ആത്മീയ ശക്തി, അപ്പസ്തോലന്മാരിൽ നിറഞ്ഞു നിന്ന ആത്മാവിൻ്റെ കൃപ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞു നിന്ന ശക്തമായ ആവാസം എല്ലാം നമ്മിലേക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ലൂക്ക 4:14 നമ്മളിങ്ങനെ വായിച്ചു. ഈശോ തൻ്റെ ദൗത്യം ആരംഭിക്കുന്നു, ആത്മാവിൽ ശക്തിപ്പെട്ട് ദൗത്യം ആരംഭിക്കുന്നു. അവൻ്റെ കീർത്തി ചുറ്റുമെങ്ങും വ്യാപിക്കുന്നു. നമ്മൾ ചെയ്യുന്നതെല്ലാം 100 മേനി അഭിഷേകമാകണമെങ്കിൽ ആത്മാവിൽ ശക്തിപ്പെടണം. ഈ രടികൾ പാടി പ്രാർത്ഥിക്കാം. ആത്മാവാം ദൈവമേ വരണമേ, എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കണമേ. ദാഹിക്കുന്നുണ്ട് ഞാൻ, ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ, എൻ്റെ ഉള്ളിലേക്ക് അങ്ങ് നിറയണമേ. പ്രാർത്ഥിക്കാം. ആത്മാവ ദൈവമേ വരണേ,
എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാ ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പെന്തക്കോസ്ത അനുഭവം തരണേ. പരിശുദ്ധാത്മാവേ പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. പരിശുദ്ധാത്മാവിന്റെ പെന്തക്കോസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ. ആത്മാവ ദൈവമേ വര